ഹായ് മക്കളെ, ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തെ പാർട്ടാണ്. നീറ്റ് ജെഇ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കംപ്ലീറ്റ്ലി ഓർഗാനിക് കെമിസ്ട്രി ഡിസ്കസ് ചെയ്യുന്ന എ ടു സെഡ് ഓർഗാനിക് കെമിസ്ട്രി സീരീസിലെ നെക്സ്റ്റ് പാർട്ടാണ്. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, സാറേ നെക്സ്റ്റ് ക്ലാസ് തരൂ, നെക്സ്റ്റ് ക്ലാസ് എപ്പോഴാണ് കിട്ടുക. ഒരുപാട് കമൻറ്റുകൾ പ്രീവിയസ് ക്ലാസ്സുകളിലെല്ലാം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ലഭിക്കുന്നുണ്ട്, ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഞങ്ങളിലേക്ക് മെസ്സേജുകൾ കിട്ടുന്നുണ്ട്. കുഞ്ഞുങ്ങളെ, നമ്മളെ സമയത്തിനനുസരിച്ച് മറ്റു തിരക്കുകൾക്കിടയിലെല്ലാം ഒഴിവ് കണ്ടെത്തിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. വിത്തിൻ ഡേയ്സ് ഞങ്ങൾ ഈ ഓർഗാനിക് കെമിസ്ട്രിയുടെ സീരീസ് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. അമീൻസ് ആൻഡ് ബയോമോളിക്യൂൾസ് അടക്കമുള്ള എല്ലാ ചാപ്റ്റേഴ്സും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചിരിക്കും. അപ്പോൾ ഈ ക്ലാസ് കൂടി കണ്ടു കഴിഞ്ഞാൽ ഹാലോ ആൽക്കെയിൻസ് അവസാനിക്കുകയായി. നെക്സ്റ്റ് നമുക്ക് ആൽക്കഹോൾസ് ആണ് പഠിക്കാനുണ്ടാവുക. അപ്പോൾ ആദ്യം തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനലിലെ ഈ ക്ലാസ് കാണുന്നതെങ്കിൽ നിർബന്ധമായും ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ കണ്ടു തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്കിതുകൊണ്ട് ഗുണം ഉണ്ടാവുകയുള്ളൂ. കാര്യം നമ്മൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഓർഡറിലാണ് ആദ്യം മുതലുള്ള ക്ലാസ്സുകളെല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ വൃത്തിയായിട്ട് നോട്ട് എഴുതണം, കൃത്യമായി ഞങ്ങളെ ഫോളോ ചെയ്യണം, ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം. ഞങ്ങളുടെ മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ മറ്റു എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിലൂടെയാണ് അവൈലബിൾ ആവുക. ഈ വീഡിയോയിൽ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാനുള്ളൂ. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഇത് വളരെ ചെറിയ വീഡിയോ ആയിരിക്കും. ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പോളി ഹാലജൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന NCERTയുടെ അവസാനത്തെ ഭാഗം മാത്രമാണ്. പൊന്നുമക്കളെ, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, നിർബന്ധമായും ആ പാർട്ട് നിങ്ങൾ NCERT വായിച്ചിരിക്കണം. ഞാൻ ഈ ക്ലാസ് ഇങ്ങനെ പറയുമ്പോൾ ഓരോരുത്തരെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ NCERT ഉണ്ടായിരിക്കണം. ഞാൻ പറയുന്ന ആ പോയിന്റുകൾ നിങ്ങൾ അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യണം. എക്സ്ട്രാ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ തോന്നുന്നത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് പോകണം. ഇത് വേറെ ഒരു നോട്ടിലേക്ക് മാറ്റി എഴുതണമെന്ന് നിർബന്ധമില്ല. NCERTയിൽ തന്നെ മാർക്ക് ചെയ്താൽ മതി. പക്ഷേ അത് പിന്നീട് പല തവണ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. പോളി ഹാലജൻ കോമ്പൗണ്ട്സ് എന്താണ്? പോളി ഹാലജൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. പോളി ഹാലജൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിൽ ഒന്നിലധികം ഹാലജൻസ് ഉണ്ടാകുന്ന അവസ്ഥയാണ് പോളി ഹാലജൻ കോമ്പൗണ്ട്സ്. അതിൽ 6 കോമ്പൗണ്ടുകളെയാണ് NCERT പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് വൺ ഡൈക്ലോറോമീഥെയിൻ എന്നവനാണ്. എടാ മോനെ, ഡൈക്ലോറോമീഥെയിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഇവിടെ ഞാൻ എഴുതുന്നുണ്ട്, മെത്തിലീൻ ക്ലോറൈഡ് എന്നും പേര് വിളിക്കും. മെത്തിലീൻ ക്ലോറൈഡ് എന്നോ മെത്തിലീൻ ഡൈക്ലോറൈഡ് എന്നോ പേര് വിളിക്കും. അതിൻ്റെ ഫോർമുല CH2Cl2 എന്നാണ് ഫോർമുല വരിക. അപ്പോൾ CH2 ഗ്രൂപ്പിനെയാണ് നമ്മൾ മെത്തിലീൻ എന്ന് പേര് വിളിക്കുക. അതുകൊണ്ട് തന്നെ മെത്തിലീൻ ക്ലോറൈഡ് ഓർ മെത്തിലീൻ ഡൈക്ലോറൈഡ് എന്ന് പേര് വിളിക്കും. മോനെ, ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കുറച്ച് പോയിന്റുകൾ മാത്രമേ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. എപ്പോഴും ഫ്രീക്വൻ്റ്ലി കാണുന്ന കുറച്ച് ആൾക്കാരെയാണ് ഞാനിവിടെ നോട്ട് ചെയ്യുന്നത്. നിർബന്ധമായും ഓരോരുത്തരെ കഴിയുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഭാഗം ഒന്ന് NCERT വായിക്കുന്നത് നന്നായിരിക്കും. ഡൈക്ലോറോമീഥെയിനെ കുറിച്ച് NCERT എടുത്തു പറയുന്നൊരു പോയിൻ്റാണ് ഹാംസ് സെൻട്രൽ നെർവൽ സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ടല്ലോ, മനുഷ്യൻ്റെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന, ഹാം ചെയ്യുന്നൊരു കോമ്പൗണ്ടാണ് മെത്തിലിൻ ഡൈക്ലോറൈഡ്. മെത്തിലിൻ ഡൈക്ലോറൈഡിൻ്റെ പ്രധാനപ്പെട്ട 3 യൂസുകൾ ഒന്ന് വായിച്ചു നോക്കിയാൽ, പെയിൻറ് റിമൂവർ, പെയിൻറ് റിമൂവ് ചെയ്യുന്നതിനുള്ള സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രൊപ്പലിൻ്റ് ഇൻ എയറോസോൾ, പ്രൊപ്പലിൻ്റ് ഇൻ എയറോസോൾ എന്താണെന്ന് കുറേ കാലമായിട്ട് കുറേ കുട്ടികൾ ഇവിടെ എത്തുമ്പോൾ ചോദിക്കാറുണ്ട്. ഒന്നുമില്ല, അത് എന്താണെന്നൊന്നും കൂടുതൽ നിങ്ങൾ ചിന്തിക്കേണ്ട. നമ്മുടെ ഈ സ്പ്രേ ഒക്കെ ഇല്ലേടാ, അപ്പോൾ അവിടെ എയറോസോൾ പുറത്തേക്ക് വരുമ്പോൾ അതിനൊരു പ്രഷർ കിട്ടുന്നില്ലേ, ആ പ്രഷർ കിട്ടുന്നതിന് കാരണക്കാരനാകുന്ന ആൾക്കാരെയാണ് നമ്മൾ പ്രൊപ്പലൻ്റ് എന്ന് പേര് വിളിക്കുക. പ്രൊപ്പലൻ്റ് എന്ന് പറഞ്ഞാൽ ആ തള്ളിക്കൊടുക്കുന്നവൻ. ആ എയറോസോൾ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആൻഡ് ഗ്യാസ് മിക്സറിനെയാണ് എയറോസോൾ എന്ന് പേര് വിളിക്കുക. വിട്ടേക്ക്, അതെന്താണെന്നൊന്നും കൂടുതൽ ആലോചിക്കേണ്ട. മെറ്റൽ ക്ലീനിങ് സോൾവെൻറ്റ്, മെറ്റലുകളെ ക്ലീൻ ചെയ്തെടുക്കുന്നതിനും അതുപോലെ ഫിനിഷ് ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന സോൾവെൻ്റായിട്ടും ഡൈക്ലോറോമീഥെയിൻ CH2Cl2 ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. രണ്ടാമൻ ട്രൈക്ലോറോമീഥെയിനാണ്. ട്രൈക്ലോറോമീഥെയിൻ എന്ന് പറഞ്ഞാൽ CHCl3 എന്നല്ലേടാ ഫോർമുല വരിക. ഇവൻ്റെ പേര് നിങ്ങൾക്കറിയാം, ക്ലോറോഫോം ആണ്. ക്ലോറോഫോം ശരിയല്ലേ? ക്ലോറോഫോം ആണ്. അപ്പോൾ ക്ലോറോഫോമിനെ കുറിച്ച് 2 വാക്ക്. ക്ലോറോഫോം എന്ന് കേൾക്കുമ്പോൾ തന്നെ ബോധം കെടുത്തുക എന്നല്ലടാ മനസ്സിലേക്ക് വരിക. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് അനസ്തെറ്റിക്. പണ്ട് കാലങ്ങളിൽ ഇത് അനസ്തെറ്റിക് ആയിട്ട്, ഓപ്പറേഷൻ നടക്കുന്നതിന് മുമ്പുള്ള അനസ്തെറ്റിക് ആയിട്ട് ബോധം കെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ യൂസ് NCERT എടുത്തു പറയുന്നുണ്ട്, പ്രൊഡക്ഷൻ ഓഫ് R22. ഒരു റെഫ്രിജറൻ്റ് ആണ് R22. നോട്ട് ചെയ്ത് വെച്ചോ, റെഫ്രിജറൻ്റ്. എന്താ ഈ റെഫ്രിജറൻ്റ്?
റെഫ്രിജറൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ AC അതുപോലെ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഗ്യാസ് ലീക്കായി എന്ന് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തണുക്കാതെയാകുമ്പോൾ ഗ്യാസ് ലീക്കായതാണെന്ന് മെക്കാനിക്ക് വന്ന് നോക്കിയിട്ട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ഗ്യാസ് ആണ് റെഫ്രിജറൻറ്റ്. തണുപ്പിക്കുന്നതിന് സഹായിക്കുന്ന ആ ഗ്യാസിൻ്റെ പേരാണ് റെഫ്രിജറൻറ്റ്. ഒരു റെഫ്രിജറൻ്റാണ് R22. അതിൻ്റെ പ്രൊഡക്ഷൻ അതുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ട്രൈക്ലോറോമീഥൈൻ അഥവാ ക്ലോറോഫോമിനെ ഉപയോഗിക്കാറുണ്ട്. സ്റ്റോർഡ് ഇൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, സ്റ്റോർഡ് ഇൻ ഡാർക്ക് കളേർഡ് ബോട്ടിൽസ്. ഡാർക്ക് കളറുള്ള ബോട്ടിലുകളിലാണ് സാധാരണ ക്ലോറോഫോമിനെ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാം, ഈ ഡാർക്ക് കളർ അല്ലാത്ത ബോട്ടിലുകളിൽ ക്ലോറോഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറോഫോമിന് ഓക്സിഡേഷൻ നടക്കും. ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ COCl2 എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഉണ്ടാകും. ആ ഗ്യാസിൻ്റെ പേരാണ് ഫോസ്ജീൻ. ആരടാ? ഫോസ്ജീൻ എന്നാണ് ഇവൻ്റെ പേര്. ഈ ഫോസ്ജീൻ എന്ന ഗ്യാസ് ഹൈലി പോയിസണസ് ആണ്. ഫോസ്ജീൻ എന്ന ഗ്യാസ് എന്താണെടാ പറ? പോയിസണസ് ഗ്യാസാണ്. പോയിസണസ് ആണ്. അപ്പോൾ ബോധം കെടുത്തണമെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ ആളുടെ ബോധം പിന്നെ തിരിച്ചു വരില്ല, അയാൾ മരിച്ചു പോകും. അതാണ് പോയിസണസ് ഗ്യാസ് ആയിട്ടുള്ള ഫോസ്ജീനിൻ്റെ പ്രത്യേകത, അതുകൊണ്ടുള്ള ദോഷം. അതുകൊണ്ട് ക്ലോറോഫോം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ ഫോസ്ജീൻ ഇല്ല എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി ആ ക്ലോറോഫോമിനെ നമ്മൾ ഡാർക്ക് കളേർഡ് ബോട്ടിൽസിലാണ് ഫില്ല് ചെയ്യുക. കാരണം ഡാർക്ക് കളേർഡ് ബോട്ടിൽസ് ആകുമ്പോൾ അതിലേക്ക് സൺലൈറ്റ് എത്തില്ല. സൺലൈറ്റ് എത്താതിരുന്നാൽ ഓക്സിഡേഷൻ നടക്കില്ല. അപ്പോൾ ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത്. ഫോസ്ജീൻ കിട്ടും. പഠിച്ചു വെച്ചോളനെ, ഫോസ്ജീൻ കിട്ടും. ഫോസ്ജീൻ്റെ ഫോർമുല നോക്കണേ, CSCO-Cl2 ആണ്, Cl3 അല്ല. വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാകും. ഇവിടെ CHCl3, അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് HCl ആണ്. അതുകൊണ്ട് ഒരു ക്ലോറിൻ അതിൻ്റെ കൂടെ അങ്ങോട്ട് പോയിക്കോളും. ബാലൻസ്ഡ് അല്ല. കാര്യം ഓക്സിജനൊക്കെ ഞാനിവിടെ ആഡ് ചെയ്തതൊന്നും കാണിച്ചിട്ടില്ല. ഓക്സിഡേഷൻ എന്ന ആരോ മാർക്കിന് മുകളിൽ കാണിച്ചിട്ടേ ഉള്ളൂ. പ്രൊഡക്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ട്രൈക്ലോറോമീഥൈൻ അഥവാ നമ്മുടെ ക്ലോറോഫോമിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്യേണ്ട പോയിന്റുകൾ ഇതൊക്കെയാണ്. ട്രൈ അയഡോമീഥൈൻ ആരടാ? CH3 എന്നാണ് ഫോർമുല. അവൻ്റെ പേര് അയഡോഫോം എന്നാണ്. പറഞ്ഞ മോനെ, അയഡോഫോം. അയഡോഫോമിൻ്റെ യൂസ് ആൻറ്റിസെപ്റ്റിക് ആണ്. ആൻറ്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ മുറിവിലൊക്കെ ഒരു വെളുത്ത പൊടി ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുട്ടികൾക്കൊക്കെ. അതൊക്കെ അയഡോഫോം കണ്ടെയ്നിങ് ആയിട്ടുള്ള ഡ്രഗുകളാണ്. അതൊക്കെ ആൻറ്റിസെപ്റ്റിക് ആണ്. അതായത് മൈക്രോബ്സിനെ, മൈക്രോ ഓർഗാനിസത്തിനെ കൊന്നുകളയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ആൻറ്റിസെപ്റ്റിക്. ട്രൈ അയഡോമീഥൈൻ അഥവാ അയഡോഫോം. ഒരു കാര്യം ചോദിക്കട്ടെടാ, ഈ അയഡോഫോം എന്ന് പറയുന്ന ആൾ ഇറ്റ്സെൽഫ് ഒരു ആൻറ്റിസെപ്റ്റിക് ആണോ, അതോ അതിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് വന്നിട്ട് അയാളാണോ ആൻറ്റിസെപ്റ്റിക് നേച്ചർ കാണിക്കുന്നത് എന്നൊരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. NCERT വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അയഡോഫോം എന്ന് പറയുന്ന ആൾ ഇറ്റ്സെൽഫ് ഇറ്റ് ഈസ് നോട്ട് ആൻ ആൻറ്റിസെപ്റ്റിക്. അതൊരു ആൻറ്റിസെപ്റ്റിക് അല്ല. ആക്ച്വലി ഈ അയഡോഫോം എന്ന് പറയുന്ന ആൾ എന്ത് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്? അയോഡിൻ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അയോഡിൻ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ആ അയോഡിനാണ് ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളത്. അയോഡിനാണ് ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളത്. അല്ലാതെ ട്രൈ അയഡോമീഥൈൻ എന്ന അയഡോഫോം ഇറ്റ്സെൽഫ് ഈസ് നോട്ട് ആൻ ആൻറ്റിസെപ്റ്റിക്. നോട്ട് ചെയ്ത് വെച്ചോളണേ. ഇറ്റ്സ് ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഈസ് ഡ്യൂ ടു ലിബറേഷൻ ഓഫ് അയഡിൻ എന്ന് വ്യക്തമായിട്ട് അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളണം. അയഡിനെ ലിബറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. നെക്സ്റ്റ് ടെട്രാക്ലോറോമീഥൈൻ ആണ്. ടെട്രാക്ലോറോമീഥൈനെ നിങ്ങൾക്കറിയാം, CCl4. ഇതല്ലേടാ ഇദ്ദേഹത്തിൻ്റെ ഫോർമുല? ടെട്രാക്ലോറോമീഥൈൻ ഫയർ എക്സ്റ്റിങ്ക്വിഷറായിട്ട് യൂസ് ചെയ്യുന്നു. +2 ലെവൽക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഫയർ എക്സ്റ്റിങ്ക്വിഷറായിട്ട് യൂസ് ചെയ്യുന്നു. ലിവർ ക്യാൻസറിനെ കോസ് ചെയ്യുന്നു. ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ചെയ്യുന്നു. ഈ ഓസോൺ ലെയർ ഡിപ്ലീഷന് ഇയാൾ സഹായിക്കുന്നുണ്ട് എന്ന് വെറുതെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കാരണം ഓസോൺ ലെയർ ഡിപ്ലീഷനെ ഇതിനേക്കാൾ കൂടുതൽ ബാധിക്കുന്ന മറ്റൊരാളെ ഇനി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അതാരാണെന്നൊന്ന് പിന്നീട് ഞാൻ പറയും. ഇപ്പോൾ ഇതൊന്ന് ശരിക്കും നോട്ട് ചെയ്ത് വെച്ചോ. ഡിപ്ലീസ് ഓസോൺ ലെയർ എന്നുള്ളത് NCERT-യിലുണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ഫ്രിയോൺസ് എന്ന് പറഞ്ഞാൽ ആരാടാ? ഫ്രിയോൺസ് എന്ന് പറഞ്ഞാൽ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ്. ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ്. അതായത് കാർബണിൻ്റെ കൂടെ ആരുണ്ടാകും? ക്ലോറിനും ഉണ്ടാകും, ഫ്ലൂറിനും ഉണ്ടാകും. ഓഫ് ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഓഫ് മീഥൈൻ ആൻഡ് ഈഥൈൻ ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളണേ. മീഥൈൻ ആൻഡ് ഈഥൈൻ, അതിനെയാണ് നമ്മൾ കളക്റ്റീവ്ലി ഫ്രിയോൺസ് എന്ന് പേര് വിളിക്കുക. അതായത് മീഥൈനും ഈഥൈനും എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ 2 കാർബൺ ആണല്ലോ. ഒരു കാർബണിൻ്റെ കൂടെ ക്ലോറിനും വരിക, ഫ്ലൂറിനും വരിക. 2 കാർബണിൻ്റെ കൂടെയും ക്ലോറിനും വരിക, ഫ്ലൂറിനും വരിക. ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളെയാണ് ജനറലി നമ്മൾ ഫ്രിയോൺസ് എന്ന ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഓഫ് അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കോമ്പൗണ്ട്സ് ഓഫ് മീഥൈൻ ആൻഡ് ഈഥൈൻ. പഠിച്ചു വെച്ചോളണം. ഇയാൾ സ്റ്റേബിളാണ്, അതുകൊണ്ട് അൺറിയാക്റ്റീവ് ആണ്, നോൺ ടോക്സിക് ആണ്, നോൺ കൊറോസീവ് ആണ്. തുരുമ്പ് പിടിക്കുന്നതിന് സഹായിക്കുന്ന ആളല്ല.
പ്രിപ്പയർഡ് ഫ്രം ഈ ഒരു പോയിന്റിൻ്റെ മുമ്പ് ഇതൊന്ന് വായിച്ചേ. ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട യൂസാണ്, ഫ്രിയോൺസിൻ്റെ വളരെ പ്രധാനപ്പെട്ട യൂസാണ് റെഫ്രിജറൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇയാൾ എന്താണ് റെഫ്രിജറൻറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇയാളൊരു റെഫ്രിജറൻ്റാണ്. ഫ്രിയോൺ 12ൻ്റെ വളരെ പ്രസിദ്ധമായൊരു എക്സാമ്പിളാണ്, ഫ്രിയോൺസിന് വളരെ പ്രസിദ്ധമായൊരു എക്സാമ്പിളാണ് ഫ്രിയോൺ 12. ഫ്രിയോൺ 12ൻ്റെ ഫോർമുല എന്ന് പഠിച്ചേ, CCl2F2. ആരാണത്? ഒരു കാർബണും 2 ക്ലോറിനും 2 ഫ്ലൂറിനും അല്ലേടാ, CCl2F2. ഈ ഫ്രിയോൺ 12 ഉണ്ടാക്കുന്നതാണ് തൊട്ടുമ്പത്തെ ഡയലോഗ്. എങ്ങനെയാണ് ഫ്രിയോൺ 12 ഉണ്ടാക്കുന്നത്? പ്രിപ്പയർഡ് ഫ്രം CCl4 ഇല്ലേടാ, കാർബൺ ടെട്രാക്ലോറൈഡ്, അതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ബൈ ഏത് റിയാക്ഷൻ? നോട്ട് ചെയ്ത് വെച്ചോളണം, ഇമ്പോർട്ടൻ്റ് ആണ്, ബൈ സ്വാർട്സ് റിയാക്ഷൻ. ആരാ കുഞ്ഞെ? സ്വാർട്സ് റിയാക്ഷൻ. സ്വാർട്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ്. CCl4ന് സ്വാർട്സ് റിയാക്ഷൻ നടത്തിയിട്ടാണ് CCl2F2 എന്ന ഫ്രിയോൺ 12നെ ഉണ്ടാക്കുന്നത്. ആൻഡ് ഫൈനലി ഇറ്റ് കോസസ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. വലിയ ശരിയിട്ട് വെച്ചോ. കാരണം താഴെ പറയുന്ന കോമ്പൗണ്ടുകളിൽ ആരാണ് ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാകുന്നത് എന്നും ചോദിച്ചിട്ട് ഫ്രിയോൺസും ആൻസറിലുണ്ട്, ടെട്രാക്ലോറോമീഥൈനും ആൻസറിലുണ്ട്, ബോത്ത് A and B ആൻസറിൽ ഇല്ല എന്ന് വിചാരിക്കുക. ബോത്ത് A and B ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ഡൗട്ടില്ല, രണ്ടുപേരെയും അവർ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, രണ്ടും NCERT പറഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷേ ഏതെങ്കിലും ഒന്നിനെ സെലക്ട് ചെയ്യാൻ നമ്മൾ നിർബന്ധിതരായാൽ ഫ്രിയോൺസ് ആണ് കറക്റ്റ് ആൻസർ. കാര്യം ഫ്രിയോൺസ് അത്രമേൽ ഓസോൺ ലെയർ ഡിപ്ലീഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ്. പണ്ടേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഓസോൺ ലെയറിന് തുളഹ വീഴ്ത്തുന്നു എന്നൊക്കെ പണ്ടേ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മക്കളെ അടുത്തൊരു കോമ്പൗണ്ടിനെ നോക്കാം. ഫൈനലായിട്ട് നമുക്ക് പഠിക്കാനുള്ളവൻ DDT ആണ്. DDTയുടെ ഫുൾ നെയിം നിങ്ങൾക്കറിയാമായിരിക്കും. എല്ലാവരും DDTയുടെ ഫുൾ നെയിം ഒന്ന് എൻ്റെ കൂടെ എഴുതി വെച്ചോ. DDTയുടെ ഫുൾ നെയിം എന്താ? ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഇഥെയിൻ എന്നാണ് DDTയുടെ ഫുൾ നെയിം. DDT, ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഇഥെയിൻ. ഓക്കെ, ആരാണടാ? എന്താണ് ഈ DDTയുടെ ഫങ്ഷൻ? ഇൻസെക്ടിസൈഡ് ആണ്. പോൾ മുള്ളറാണ് കണ്ടെത്തിയത്, പോൾ മുള്ളർ. ഓക്കെ, DDT പ്രിപ്പയർഡ് ബൈ എങ്ങനെയാണ് DDTയുടെ പ്രിപ്പറേഷൻ? പഠിച്ചോളണേ. ക്ലോറാൽ എന്ന് പറയുന്ന കോമ്പൗണ്ടും ക്ലോറോബെൻസീനും കൂടി ചേർന്നാണ് DDT ഉണ്ടാകുന്നത്. ക്ലോറാലും ക്ലോറോബെൻസീനും കൂട്ടിച്ചേർത്താണ് DDT ഉണ്ടാകുന്നത്. ഞാൻ അതിൻ്റെ റിയാക്ഷനൊക്കെ കാണിച്ചു തരാം, ക്ലോറാലും ക്ലോറോബെൻസീനും. അപ്പോൾ കുഞ്ഞുങ്ങളെ അതിനു മുമ്പ് DDTയുടെ ഷേപ്പ് ഞാനൊന്ന് കാണിച്ചു തരാം. ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഇഥെയിൻ. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാം, ഇഥെയിൻ എന്ന വാക്കിൽ നിന്ന് തുടങ്ങാം. 2 കാർബൺ. ഓക്കെ, ആ ഇഥെയിനിൽ ട്രൈക്ലോറിൻ ഉണ്ട്. ഈ ഇഥെയിൻ എന്ന് പറഞ്ഞാൽ ഇയാളല്ലേ, ഇയാളിൽ 3 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഞാനിതിനെ എങ്ങനെ എഴുതണേ? ഇത് ഒന്നുകൂടെ ഒന്ന് നീട്ടി വലിച്ചെഴുതുകയാണ്. ഈ കാർബണിൽ 3 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ CCl3 എന്ന് എഴുതുകയാണ്. H ഉണ്ടാവില്ല, കാര്യം ഒരു വാലൻസി ഇങ്ങോട്ട് പോയല്ലോ, ബാക്കി CCl3. ഓക്കെ അല്ലേടാ? അപ്പോൾ എന്തായി? ഈ കാർബണിൻ്റെ കൂടെ 3 ക്ലോറിൻ ഉണ്ട്. ഇനി ഈ കാർബണില്ലേ, അതിൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ബാക്കി 2 വാലൻസി ഇല്ലേടാ? ആ 2 വാലൻസിയാണ് മുകളിൽ പറയുന്നത് ഡൈക്ലോറോ ഡൈഫിനൈൽ. ഫിനൈൽ ഗ്രൂപ്പാണ്. ഫിനൈൽ എന്ന് പറഞ്ഞാൽ ആരാ? ബെൻസീൻ റിംഗ് അല്ലേ കുഞ്ഞെ? ബെൻസീൻ റിംഗ്. അതിലൊരു ക്ലോറിനുമുണ്ട്. പാരാ പൊസിഷനിൽ ഒരു ക്ലോറിനുള്ള ഫിനൈൽ ഗ്രൂപ്പ് കൂടെ അറ്റാച്ച് ചെയ്താൽ ദിസ് ഈസ് DDT. അപ്പോൾ DDTയുടെ ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥെയിൻ എന്ന പേരിൽ നിന്ന് അതിൻ്റെ സ്ട്രക്ചർ കണ്ടെത്താൻ പറ്റും. ക്ലോറാലും ക്ലോറോബെൻസീനും. ക്ലോറാലിൻ്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാമായിരിക്കും. ക്ലോറാലിൻ്റെ ഫോർമുല പണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. CCl3CHO എന്നാണ് ക്ലോറാലിൻ്റെ ഫോർമുല. CCl3CHO. അതിലേക്ക് 2 മോളിക്യൂൾ ക്ലോറോബെൻസീൻ ആഡ് ചെയ്താണ് നമുക്ക് ഈ പറയുന്ന DDT കിട്ടുന്നത്. ഇനി ആ DDTയുടെ സ്ട്രക്ചർ എന്താണെന്ന് ഞാൻ അവിടെ വരയ്ക്കുന്നില്ല, നേരത്തെ പറഞ്ഞു തന്ന സാധനം. അപ്പോൾ DDTയുടെ പ്രിപ്പറേഷൻ ഈ ആരൊക്കെയാണ് ആഡ് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. DDT ആണ് ഒരു ക്ലോറിൻ കണ്ടെയ്നിങ് ഇൻസെക്ടിസൈഡ് ആണ്. താഴെ പറയുന്നതിൽ ഏതാണ് ക്ലോറിൻ കണ്ടെയ്നിങ് ഇൻസെക്ടിസൈഡ്? സച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ആരാണ് DDTയെ കണ്ടെത്തിയത്, ഉണ്ടാക്കിയത്? പോൾ മുള്ളറാണ്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദീസ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ ഹാലോ ആൽക്കെൻസ് ആൻഡ് ഹാലോ അരീൻസ്. ആൽക്കഹോൾ ഫിനോൾ എന്ന ചാപ്റ്ററുമായി ഉടനെ ഞാൻ നിങ്ങളിലേക്ക് വരും. എപ്പോൾ ഒന്ന് കൂടുതൽ മെസ്സേജ് അയച്ച് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട. മെസ്സേജ് അയക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ആൽക്കഹോൾ ഫിനോൾ എന്ന ചാപ്റ്ററുമായിട്ട് ഞാൻ കണ്ടിപ്പാக വന്നിരിക്കും. അപ്പോൾ കാണാം. താങ്ക് യു.